സന്നിധാനത്ത് ഇപ്പോഴും തിരക്ക് അനുഭവപ്പെടുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. 18-ാം പടിക്ക് താഴെ ഇപ്പോഴും ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. നടപ്പന്തലിലും ഭക്തരുടെ നീണ്ട നിരയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ മറ്റൊരു റെക്കോർഡ് കൂടി ഉണ്ടായിരുന്നു. അതായത് പുല്ലുമേട് വഴി സന്നിധാനത്തെത്തുന്നത് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത്. 6013 ഭക്തരാണ് ഇന്നലെ പുല്ലുമേട് വഴി സന്നിധാനത്തെത്തിയത്. ആകെ കണക്ക് നോക്കിയാൽ 92,000 പേരാണ് ഇന്നലെ സന്നിധാനത്തെത്തി അയ്യപ്പനെ ദർശനം നടത്തിയത്. അതിൽ 22,000-ത്തിലധികം പേർ സ്പോട്ട് ബുക്കിംഗ് വഴി വന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മണ്ഡല മഹോത്സവം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ച തന്നെയാണ് സന്നിധാനത്തെ സംബന്ധിച്ച് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടത്. എന്തായാലും 25, 26 തീയതികളിൽ നിയന്ത്രണങ്ങളുണ്ട്. അതായത് 25-ാം തീയതി 54,000 പേരെയും 26-ാം തീയതി 60,000 പേരെയുമാണ് ഓൺലൈൻ ബുക്കിംഗ് വഴി സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക. കൂടാതെ 5,000 വീതം സ്പോട്ട് ബുക്കിംഗും ഈ 2 ദിവസങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും ഭക്തരുടെ പ്രതികരണം അനുസരിച്ച് മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ തിരക്ക് കുറവായിരുന്നു. ഇവിടെ ഒരു 1.5-2 മണിക്കൂറായിരുന്നേ ഉള്ളൂ. ഞങ്ങൾ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ കയറി. തിരക്കുണ്ട്, നല്ല തിരക്കാണ്. പമ്പയിലൊക്കെ നല്ല തിരക്കാണ്. പിന്നെ പമ്പയിലൊന്നും ഞങ്ങൾ മുങ്ങി കുളിച്ചിട്ടൊന്നുമില്ല, നേരം അങ്ങോട്ട് പോകുന്നു. എന്തായാലും ഭക്തരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ 25, 26 തീയതികളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതുപോലെ തന്നെ ജനുവരി 12, 13, 14 തീയതികളിലും വലിയ ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മകരവിളക്ക് മഹോത്സവമാണ്. അതുകൊണ്ട് തന്നെ 12-ാം തീയതി 60,000 പേരെയും 13-ാം തീയതി 50,000 പേരെയും 14-ാം തീയതി 40,000 പേരെയുമാണ് ഇത്തരത്തിൽ സന്നിധാനത്തേക്ക് കയറ്റിവിടുക എന്നുള്ളതാണ് പ്രധാനമായി അറിയിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ശബരിമലയിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പനെ കാണാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കും എന്നുള്ളത് തന്നെയാണ് ദേവസ്വവും പോലീസും ആവർത്തിച്ചു പറയുന്നത്. സന്നിധാനത്ത് നിന്ന് സുജികുമാറിനൊപ്പം വി. സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.